ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് താരൻ അകറ്റാൻ സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ്. താരൻ അകറ്റാൻ മാത്രമല്ല, നമ്മുടെ താരൻ മൂലം നമ്മുടെ മുടിക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ പമ്പ കടക്കാനും ഇത് നല്ലതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 5 പേരയിലയാണ്. പേരയില എടുക്കുമ്പോൾ അതിൻ്റെ കട്ടി കൂടിയ ഇല അല്ലെങ്കിൽ മൂത്ത ഇല എടുക്കാതിരിക്കുക. കുറച്ചൊന്ന് ഇലയതായിട്ടുള്ള ഇല എടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പേരയിലയിൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. ഇത് തലയോട്ടിയിലെ ഇൻഫെക്ഷൻസും ചൊറിച്ചിലും താരനും ഒക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. വൈറ്റമിൻ സി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ്. ഉലുവയിൽ പ്രോട്ടീനും നിക്കോട്ടിനിക് ആസിഡും ധാരാളമുണ്ട്. ഇത് നമ്മുടെ തലയിലെ താരൻ അകറ്റുക മാത്രമല്ല, മുടി കൊഴിച്ചിൽ അകറ്റി നിർത്താനും അതേപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാനും കൂടി സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സംഭവം ഓപ്ഷണലാണ്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ റോസ്മേരി ലീവ്സ് ആണ് ചേർത്തത്. അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ടോണറിൻ്റെ ഒരു സ്മെല്ലും കൂടി നല്ലതായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇനി നമുക്കൊന്ന് അടപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഈ ഒരു ഹെയർ ടോണറിൻ്റെ ബെനിഫിറ്റ്സ് ടോട്ടലായിട്ടൊന്ന് പെട്ടെന്ന് പറയാം. ഇത് മുടി വേഗത്തിൽ വളരാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് അത് പൂർണ്ണമായിട്ട് തടയാനായിട്ട് സഹായിക്കും. അതായത് അലോപേഷ്യ പോലുള്ള ഇഷ്യൂസിന് വരെ ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ റോസ്മേരി ഒക്കെ ചേർക്കുന്നതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് തന്നെ നല്ലതാണ്. പിന്നെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ മൂലമുള്ള മുടി കൊഴിച്ചിൽ തടയാനായിട്ടും ഇത് നല്ലതാണ്. പിന്നെ താരൻ മൂലമുള്ള ചൊറിച്ചിലൊക്കെ അകറ്റും. പിന്നെ അകാല നര തടയാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ റോസ്മേരി ലീവ്സ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. മുടിയുടെ സ്വാഭാവികമായ നിറം നിലനിർത്താനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള റോസ്മേരി ലീവ്സ് ചേർത്തിട്ടുള്ള ഹെയർ ടോണേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, അത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ കേട്ടോ. പിന്നെ മുടിക്ക് നല്ല തിളക്കവും കട്ടിയും ഒക്കെ ലഭിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. നല്ല രീതിയിൽ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇത് തണുത്ത ശേഷം നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇന്ന ഓയിൽ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുടി ഡ്രൈ ആയി പോകാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ദന്തംപാല ഓയിലാണ്. അത് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് മൂലമുള്ള താരനൊക്കെ നല്ല ബെസ്റ്റാണ്. ഓയിലി സ്കാൽപ്പുകാർക്ക് അല്ല ഇത് ബെസ്റ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ചർമ്മത്തിൽ ഡ്രൈ സ്കിൻ അങ്ങനത്തെ ഇഷ്യൂസിനും ഒക്കെ മുരിച്ചിൽ അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ദന്തപാല ഓയിൽ. അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ചിക്കി അതിൻ്റെ ചടയെല്ലാം കളഞ്ഞതിന് ശേഷം ഓരോ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് ഒന്നെങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് ഈ ടോണർ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ടും നമുക്ക് അതിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ട് വിരലിൻ്റെ അഗ്രഭാഗം ഉപയോഗിച്ചിട്ട് 5 മിനിറ്റ് മൃദുവായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും സ്കാൽപ്പിലെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനും സഹായിക്കുന്നതാണ്. നമുക്കൊരു 30 മിനിറ്റ് വരെയൊക്കെ നമുക്ക് വെച്ചിരിക്കാം. ചിലർക്ക് നീരിറക്കം കാര്യങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ അതനുസരിച്ച് അവരുടെ ശരീരാവസ്ഥ അനുസരിച്ച് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. താരനൊക്കെ വേഗത്തിൽ മാറും. നല്ല രീതിയിൽ താരനുള്ളവർ 3 പ്രാവശ്യമൊന്ന് ആദ്യ ആഴ്ചകളിൽ ചെയ്യുക. പിന്നീട് 2 പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി. നല്ല രീതിയിൽ താരം മാറിയിട്ട് പിന്നെ 1 പ്രാവശ്യം ചെയ്താലും ഓക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.